2013 രാജ്യത്ത് ലോക്പാൽ ഒരു ആക്ടായി രൂപീകരിക്കപ്പെടുന്നത്. 2014 ജനുവരി 16 ലോക്പാൽ ഒരു സംവിധാനമായി രാജ്യത്ത് നിലവിൽ വരികയും ചെയ്തു. പിന്നീട് 2019 മാർച്ചിലാണ് ലോക്പാലിലേക്ക് ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനങ്ങൾ നടക്കുന്നത്. ഒരു ചെയർപേഴ്സണും 7 അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണ് ലോക്പാൽ. എന്നാൽ നിലവിൽ 6 അംഗങ്ങൾ മാത്രമാണ് ലോക്പാലിലുള്ളത്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് അജയ് മണികണ്ഠറാവു ഖാൻവിൽക്കർ ആണ് നിലവിൽ ലോക്പാൽ ചെയർമാൻ. ഈ ലോക്പാലിൽ ജസ്റ്റിസ് ലിംഗപ്പ നാരായണ സ്വാമി, ജസ്റ്റിസ് സഞ്ജയ് യാദവ്, ജസ്റ്റിസ് ഋതുരാജ് അശ്വതി എന്നിവർ ജുഡീഷ്യൽ അംഗങ്ങളാണ്. നോൺ ജുഡീഷ്യൽ അംഗങ്ങളായി സുശീൽ ചന്ദ്ര, പങ്കജ് കുമാർ, അജയ് ട്രിക്കെ തുടങ്ങിയവരും ഈ സമിതിയിലുണ്ട്. 2019 ചെയർമാൻ നിയമിതനായത് മുതലാണ് ലോക്പാലിൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയത്. 2023 പാർലമെന്റിൽ നൽകിയ കണക്കനുസരിച്ച് 8703 പരാതികളാണ് ലോക്പാലിൽ ലഭിച്ചത്. ഇതിൽ കേവലം 24 കേസുകൾ മാത്രമാണ് പ്രാഥമിക അന്വേഷണം പോലും നടന്നിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയായതാകട്ടെ കേവലം 3 കേസുകളിൽ മാത്രവുമാണ്. എന്നാൽ ഈ കേസുകളിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇക്കാലയളവിൽ വിചാരണ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ലോക്പാലിന് ചരിത്രം. 2023 ശേഷമുള്ള വിവരങ്ങൾ ലഭ്യവുമല്ല. പ്രധാനമന്ത്രിയും മന്ത്രിമാരും എംപിമാരും MLA-മാരും ഉൾപ്പെട്ട കേസുകളായതിനാൽ തന്നെ ലോക്പാലിൽ വരുന്ന പരാതികൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടുകയുമില്ല. ഇനി എന്താണ് ലോക്പാലിന്റെ പുതിയ കാർ വാങ്ങാനുള്ള തീരുമാനവും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമെന്ന് നോക്കാം. വെള്ള നിറത്തിലുള്ള BMW 3 സീരീസിലുള്ള പുതിയ 7 ലക്ഷറി കാറുകൾ വാങ്ങാനുള്ള ടെൻഡറാണ് ഇപ്പോൾ ലോക്പാൽ വിളിച്ചിട്ടുള്ളത്.